ഇത്ര കഷ്ടപ്പെട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട കസിൻ്റെ കല്യാണമാണ് ഗൈസ്. സോ എന്തെങ്കിലും സ്പെഷ്യലും കൂടെ ഫണ്ടും വേണമല്ലോ, 4 ആൾക്കാർ കാണാൻ വേണം, എന്നാലേ ഒരു രസമൊക്കെ ഉള്ളൂ. സോ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ അവൾക്കൊരു സർപ്രൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗൈസ്. അങ്ങനെ കുളിച്ചൊരുങ്ങി എൻ്റെ കൂട്ടൻ്റെ കല്യാണം കണ്ണ് കുളിർക്കെ കണ്ടു. അവൾ അങ്ങനെ ലോക്കായി ഗൈസ്. നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, അവരോട് അനുഭവിക്കണമല്ലോ. അങ്ങനെ നല്ല ചൂടും പോരാതെ നല്ല വിശപ്പ് പോരുന്നത്. എൻ്റെ കല്യാണത്തിന് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. സോ ഞാൻ നന്നായി ആസ്വദിച്ച് കഴിച്ചു. ഇനിയാണ് എൻ്റെ ആ ഒരു പ്രാങ്ക്. അവരുടെ കപ്പിൾ ഫോട്ടോ ഞാൻ വരച്ചെന്ന് പറഞ്ഞാണ് അവരെ ആദ്യം കാണിച്ചത്. ആദ്യം അവർ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പ്രാങ്ക്? ശരിക്കും അവർ ഞെട്ടിത്തരിച്ചു. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവർ മാത്രമല്ല അവിടെ കണ്ടിരുന്ന ക്യാമറമാനും എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി. പക്ഷെ അവർ ഞാൻ പ്രാങ്ക് ചെയ്തതിനെക്കാട്ടിൽ കൂടുതൽ ഞെട്ടിപ്പോയത് എൻ്റെ ശരിക്കുള്ള സർപ്രൈസ് ഉണ്ടായത്. അത് കണ്ടു പെണ്ണ് കാണാനൊക്കെ ബാംഗ്ലൂർ വെച്ചായിരുന്നു. അപ്പോൾ അവർ ആദ്യമായിട്ട് എടുത്ത ഫോട്ടോയും അതിൻ്റെ കൂടെ തന്നെ അവരുടെ ചെറുപ്പത്തിലെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്ത് അവർ ഒന്നിച്ച് വരച്ചു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിരുന്നു എൻ്റെ. എന്തായാലും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരുടെ ആ വാവ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഹാപ്പിയായി. സോ ബൈ ബൈ.